അസ്ലമോയമാണ് ഓയംവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ ട്രാവൽ ടിപ്സ് അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു യാത്ര നമ്മൾ പലപ്പോഴും റെയിൽവേനെയാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. വില തുച്ഛാണ്, അതിനേക്കാളുപരി യാത്രാക്ഷണങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഇന്ത്യൻ റെയിൽവേയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 5 സ്റ്റെപ്പാണ്. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ യാത്രയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നൊരു സ്റ്റെപ്പ്. റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ഔട്ട്ലൈനാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഏത് യാത്ര പോകുന്നതിന് മുമ്പും എവിടെയാണ് നമ്മൾ പോകുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വേണം. എവിടെ നിന്നാണ് പോകുന്നത്, എവിടത്തേക്കാണ് പോകുന്നത്. അത് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് വിച്ച് ബർത്ത്. നമുക്കറിയാം റെയിൽവേയിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ്, AC കമ്പാർട്ട്മെൻറ്റ്, ചെയർ കാർ, അങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് ഏത് ബർത്താണ്, ഏത് സീറ്റിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കാം. പിന്നെ അതുപോലെ തന്നെ ആർക്കൊക്കെ ടിക്കറ്റ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും ടിക്കറ്റ് വേണ്ട. അതുപോലെ തന്നെ 5 മുതൽ 11 വയസ്സുള്ള ആളുകൾക്ക് പകുതി ടിക്കറ്റ് മാത്രമേ വേണ്ടൂ. ഇനി ഈ 2 കാറ്റഗറിയിലും വരുന്നവർക്ക് ബർത്ത്, അതായത് സീറ്റ് നിർബന്ധമായിട്ടും കിടക്കാനുള്ള സീറ്റൊക്കെ ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫുൾ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ കൺസെഷൻ കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രായമുള്ളവർക്ക് മറ്റൊക്കെ റെയിൽവേ കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ സോഴ്സും ഡെസ്റ്റിനേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്യാവുന്നതാണ്. ഒരേ റൂട്ടിൽ തന്നെ ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ ഒരു ദിവസം തന്നെ 2-3 ട്രെയിനുകളൊക്കെ പല ദിവസം പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ IRCTCൻ്റെ ഔദ്യോഗിക റെയിൽവേ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ സൈറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇക്സിഗോൻ്റെ ആപ്പ് ഉണ്ട്, ആമസോൺ, അതുപോലെ തന്നെ ട്രെയിൻമാൻ, അങ്ങനെ ഒത്തിരി വേർ ഇസ് മൈ ട്രെയിൻ, അങ്ങനെ ഒരുപാട് റെയിൽവേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രെയിൻ സെർച്ച് ചെയ്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് 2-3 മാസങ്ങൾക്ക് ശേഷമുള്ള ട്രെയിന് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റാണോ അല്ലെങ്കിൽ RAC ആണോ നോക്കി നമ്മൾ ബുക്ക് ചെയ്യും. അത് ട്രെയിനിൻ്റെ പ്രോബബിലിറ്റി, അതായത് ട്രെയിൻമാൻ പോലുള്ള ഇത് 80%, 95% കൺഫേം ആകാൻ ചാൻസ് ഉണ്ട് എന്ന ട്രെയിൻ ഉണ്ടെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്യും. ഇനി നമ്മൾക്ക് അങ്ങനെ അവൈലബിൾ ഇല്ല എങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കണം. അതിലൊന്നാമത്തെ ഓപ്ഷന്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മാനെയും കൂട്ടി ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹി, അതുപോലെ തന്നെ അജ്മീർ, ആഗ്ര, അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മണാലിയൊക്കെ പോയ യാത്ര. അതിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ട്രെയിന് സെർച്ച് ചെയ്യുമ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഡൽഹി തന്നെ വെച്ചു. പക്ഷേ സോഴ്സ് എന്നുള്ളത് നമ്മൾ തൃശ്ശൂർ ആക്കിയപ്പോൾ റെയിൽവേൻ്റെ അവൈലബിൾ ഉണ്ട്. അതായത് ഓരോ റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ ഓരോ റെയിൽവേ സ്റ്റേഷൻ ഇത്ര കോട്ട അനുവദിക്കും. അത് മെയിൻ സ്റ്റേഷൻ ആണെങ്കിൽ ഇത്ര കോട്ട ഉണ്ടാവും, ചെറിയ സ്റ്റേഷൻ ആണെങ്കിൽ ഇത്ര കോട്ട ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എറണാകുളം നോക്കുക, അല്ലെങ്കിൽ ട്രിവാൻഡ്രം നോക്കുക, അല്ലെങ്കിൽ തൃശ്ശൂർ നോക്കുക, അത് വെച്ച് സെർച്ച് ചെയ്യുക. എന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്കായി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് റെയിൽവേ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ണൂരിൽ തന്നെ കയറിയാൽ മതി. അത് ചേഞ്ച് ബോർഡിംഗ് എന്നുള്ള രീതിയിൽ ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും, ബോർഡിംഗ് പോയിന്റ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അടുത്ത ഓപ്ഷൻ എന്നുള്ളത് കണക്ഷൻ ട്രെയിൻ. നമുക്കിപ്പോൾ ഡൽഹിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടാവില്ല. നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരാതെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കോട്ട ജംഗ്ഷൻ ഇങ്ങോട്ടേക്ക് വന്ന് കോട്ടയിലേക്ക് വേറെ ട്രെയിൻ വന്ന് കോട്ടയിൽ നിന്ന് അടുത്ത ട്രെയിനിലേക്ക് വന്ന്, അപ്പോൾ കണക്ഷൻ ട്രെയിൻ പിടിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിന് അതിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഏതിലാണ് പോകേണ്ടത്, ഓഫ്ലൈനാണ് ഓൺലൈനാണ് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ആണ്. IRCTCൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഓൺലൈൻ സൈറ്റ് ഉണ്ട്. IRCTCൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആധാർ കാർഡൊക്കെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 ടിക്കറ്റ് വരെ ഒരു മാസം നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഒരു യൂസർ നെയിം പാസ്വേഡും കിട്ടും. യൂസർ നെയിം പാസ്വേഡും കിട്ടി കുറച്ച് കഴിയുമ്പോൾ ആപ്പിലേക്ക് പോകുമ്പോൾ യൂസർ നെയിമും ഒരു 4 അക്ക പിന്നും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സോഴ്സ് അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും. ആ ഫോം പൂരിപ്പിച്ച് സോഴ്സും ഡെസ്റ്റിനേഷനും ട്രെയിനിൻ്റെ നമ്പറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഈ IRCTCൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബുക്കിംഗ് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കുന്നത്. ഇനി നോർമൽ റിസർവേഷൻ എന്നുള്ളതാണ് സാധാരണ നമ്മൾ IRCTCൻ്റെ സൈറ്റോ അല്ലെങ്കിൽ ഓഫ്ലൈനോ പോയിട്ട് നമുക്ക് എവിടെ നിന്ന് എവിടത്തേക്കാണ് പോകേണ്ടത് ട്രെയിൻ നോക്കി റിസർവേഷൻ ചെയ്യുന്നത്. അടുത്ത ഓപ്ഷനാണ് തത്കാൽ. നമുക്ക് ചിലപ്പം അങ്ങനെ ടിക്കറ്റ് നോക്കുമ്പോൾ കിട്ടിയില്ല, അങ്ങനെയെങ്കിൽ ഒരു തത്കാൽ കോട്ട എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നാളെ വൈകുന്നേരം പോകേണ്ട ട്രെയിൻ, ഇപ്പോൾ നാളെ വൈകുന്നേരം ബാംഗ്ലൂരേക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ടിക്കറ്റ് ഇന്ന് രാവിലെ 11 മണിക്ക് തുറക്കും. അതായത് സ്ലീപ്പർ 11 മണിക്ക്, AC 10 മണിക്ക്. ഓൺലൈനും ഓഫ്ലൈനായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിന്നിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്കും തത്കാൽ എന്നുള്ളത് ജനറൽ എന്നുള്ളത് മാറ്റി നമ്മുടെ റിസർവേഷൻ ബുക്ക് ചെയ്യുമ്പോൾ തത്കാൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ
ഹൈ പ്രയോറിറ്റി, അതായത് തത്കാൽ തന്നെ പ്രീമിയം തത്കാലുണ്ട്, നോർമൽ തത്കാലുണ്ട്. ഒരുപാട് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലരും ചെയ്യാറുള്ളത് വെച്ചാൽ രാവിലെ തന്നെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിന്ന് അവിടുന്ന് ടോക്കൺ വാങ്ങി വീണ്ടും 11 മണിക്ക് പോയിട്ട് ക്യൂ നിന്നിട്ടൊക്കെ എടുക്കാറുണ്ട്. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ തത്കാൽ ടിക്കറ്റ് എടുത്തത്, ഓൺലൈനായിട്ടാണ് തത്കാൽ എടുത്തത്. ചിലപ്പം അവൈലബിൾ പിന്നെ ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ തത്കാൽ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടും. ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഇതൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ തത്കാൽ ടിക്കറ്റ്. കറണ്ട് റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ അരമണിക്കൂർ മുമ്പ് വരെ കറണ്ടായിട്ട് അവൈലബിൾ ഉള്ള ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തത്കാൽ കറണ്ട് അവൈലബിൾ നോർമൽ റിസർവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇനി 4ാമത്തെ ഓപ്ഷൻ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത് കൺഫേം ആയി കഴിഞ്ഞാൽ ചാർട്ട് പ്രിപ്പറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ട്രെയിൻ വിടുന്നതിൻ്റെ ഒരു 4 മണിക്കൂർ മുമ്പ് നമ്മുടെ മൊബൈലിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു മെസ്സേജ് വരും. നിങ്ങളുടെ ട്രെയിന് ചാർട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്, നിങ്ങളുടെ കോച്ച് ഇതാണ്, നിങ്ങളുടെ സീറ്റ് ഇതാണ് എന്നുള്ള പറഞ്ഞിട്ട് അവിടെ മെസ്സേജ് വരും. ഇനി നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റാണ്, ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടും നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. റീഫണ്ട് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നത്, അതുപോലെ തന്നെ 48 മണിക്കൂർ മുമ്പ് നമ്മൾ ടിക്കറ്റ് കൺഫേമായി ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും. അങ്ങനെ ഓരോത്തിനും ക്യാൻസലേഷൻ പോളിസിയും അതുപോലെ തന്നെ റീഫണ്ട് റൂളും ഉണ്ട്. നമുക്കറിയാം, സാധാരണ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 60 രൂപ പ്ലസ് ക്ലറിക്കൽ ചാർജ് മാത്രമേ പോകും. അത് ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും വെയിറ്റിംഗ് ലിസ്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ 48 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീപ്പറിന് 120 രൂപയൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേൻ്റെ ക്യാൻസലേഷൻ പോളിസിനെ കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ഇനി നിങ്ങൾക്ക് പൈസ വരുന്നത് ഏകദേശം 7 to 10 വർക്കിംഗ് ഡേയ്സ് ആണ്. പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, പൈസ വന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് വരാറുണ്ട്. ഇനി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് റെയിൽവേനെ വിളിച്ച് അത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ഇനി ഇത് നമ്മൾ പറഞ്ഞു, ഒരു കൺഫേം ആയി ടിക്കറ്റ് കിട്ടി, അപ്പോൾ സീറ്റ് പൊസിഷൻ കിട്ടി, കോച്ച് പൊസിഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. കോച്ച് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി ഏത് കോച്ചാണ്, ഏത് ബർത്താണ്, ഏത് കോച്ചാണ്, ഏത് കോച്ച് പൊസിഷനിലാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് റെയിൽവേൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വിവരം കിട്ടും. അതിനനുസരിച്ചിട്ട് നമ്മുടെ സീറ്റ് ബർത്ത് ഏതാണ്, സൈഡ് അപ്പറാണോ സൈഡ് ലോവറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ കാര്യങ്ങളൊക്കെ വെച്ച്, ഫുഡ് നമ്മൾ സ്വാഭാവികമായിട്ടും IRCTCൻ്റെ സൈറ്റിൽ തന്നെ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ IRCTCൻ്റെ കാറ്ററിംഗ് സർവീസ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കൊടുക്കും. ഇനി ഫുഡും സർവ് ചെയ്യുന്ന ദുരന്ത പോലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഉപ്പാനും ഉമ്മാനോട് കൂടിയുള്ള യാത്രയിൽ തിരിച്ചു വരുമ്പോൾ ആ ട്രെയിനാണ് എടുത്തത്. അപ്പോൾ ഫുഡും അതിൽ ഇൻക്ലൂഡഡ് ആണ്, അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് സെർച്ച് ട്രെയിൻ ബുക്കിംഗ് എങ്ങനെയാണ്, കൺഫർമേഷൻ എങ്ങനെയാണ്, ജേണി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളെക്കുറിച്ചും, ക്യാൻസലേഷൻ പോളിസി, ആർക്കൊക്കെ ടിക്കറ്റ് വേണ്ട, എങ്ങനെ ബുക്ക് ചെയ്യാം, നോർമൽ റിസർവേഷൻ, തത്കാൽ ടിക്കറ്റ്, കറണ്ട് റിസർവേഷൻ, ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും വിശദമായിട്ടുള്ള വീഡിയോ OMY യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും റെഫർ ചെയ്യാൻ പറ്റും. ഇതതിൻ്റെ ഒരു പ്രൊസീജിയറായിട്ട് സ്റ്റെപ്പ് ബൈ പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ OMY യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഇൻസ്റ്റാഗ്രാം പേജാണ് @OM__ എന്നുള്ള പേജ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.